Hello, welcome to English Literature Link. So today we are going to discuss about Towards a Feminist Poetics. Towards a Feminist Poetic by Elaine Showalter is a fundamental essay in feminist literary theory which was first published in 1979. So Elaine Showalter's Towards a Feminist Poetics Module 4-ൽ വരുന്ന ടോപ്പിക്കാണ്. അത് ഫൗണ്ടേഷണൽ ടെക്സ്റ്റാണ്. ലിറ്റററി തിയറി, ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫൗണ്ടേഷണലായ ടെക്സ്റ്റാണ്. അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1979 Elaine Showalter is a pioneering feminist critic we know, and in this essay she outlines a framework for developing a feminist literary theory. Her goal is to move beyond male-dominated criticism and develop tools to read, study and appreciate women's literature on its own terms. വിമൻസ് ലിറ്ററേച്ചർ ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഓതേർഡ് വർക്ക്സ്, ഫീമെയിൽ ഓതേർഡ് ടെക്സ്റ്റ്, ഫീമെയിൽ റൈറ്ററായി വരുന്ന ടെക്സ്റ്റുകളെ ഏത് രീതിയിലാണ് സ്റ്റഡി ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ടൂൾസ് എന്താണ്, ഇതെല്ലാമാണ് ഷോവോൾട്ടർ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. Now, Elaine Showalter established a distinctly feminist literary criticism. ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല വിമൻസ് റൈറ്റിങ്ങിൻ്റെ ഹിസ്റ്ററിയും പാറ്റേൺസും ഇവിടെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഫീമെയിൽ സെൻറ്റേർഡ് ലിറ്റററി ട്രഡീഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ എസ്സേയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല മെയിൽ സ്റ്റാൻഡേർഡ്സിനെ ഫീമെയിൽ സെൻറ്റേർഡായ ലിറ്റററി ട്രഡീഷനെ മെയിൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുകളാണ് നമുക്ക് എലൈൻ ഷോവോൾട്ടറുടെ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് ഫെമിനിസ്റ്റ് ക്രിറ്റിക്, സെക്കൻഡ് വൺ ഗൈനോ ക്രിറ്റിസിസം. ടു മോഡ്സ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആയിട്ട് എലൈൻ ഷോവോൾട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് രണ്ട് കോൺസെപ്റ്റുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കോൺസെപ്റ്റുകളാണ്. ഫെമിനിസ്റ്റ് ക്രിറ്റിക്, സെക്കൻഡ് വൺ ഈസ് ഗൈനോ ക്രിറ്റിസിസം. ഫെമിനിസ്റ്റ് ക്രിറ്റിക് മീൻസ് ഇറ്റ് ഫോക്കസസ് ഓൺ ഹൗ വിമൻ ആർ റെപ്രസെൻറ്റഡ് ഇൻ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ മെൻ. മെൻ എഴുതിയ മെൻ ഓതേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് വിമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദ ടെക്സ്റ്റും ആര് ഓതർ ചെയ്തിട്ടുള്ളതാണ്, മെൻ ഓതർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സോ ഈ ടെക്സ്റ്റുകളിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ആയിരിക്കും വിമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനെ എക്സാമിൻ ചെയ്യുന്നതാണ് എന്നതിനെയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് സ്റ്റീരിയോടൈപ്സ് ഓഫ് men of women. Stereotypes means ഒരു ഗ്രൂപ്പ്, ഒരു എൻറ്റയർ ഗ്രൂപ്പും ഒരുപോലെയാണ് എന്ന് അസ്യൂം ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. വിമൻ്റെ കേസിലാണെങ്കിൽ വിമൻ എന്ന് പറയുന്നത് വളരെ വീക്കായ എൻറ്റൈറ്റീസാണ്, ഡിപ്പെൻഡൻ്റ് ആയ എൻറ്റൈറ്റീസാണ്. അതുപോലെ വിമൻ മീൻസ് ഓവർലി റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഈ തരത്തിലുള്ള വളരെ ഇൻ്റലക്ച്വലായ, പ്രൗഡായിട്ടുള്ള, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പായി ക്യാരക്ടേഴ്സായിട്ടൊന്നും അല്ല വിമനെ മെയിൽ ഓതേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് റാദർ വളരെ വളരെ വീക്കായിട്ടുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് എൻറ്റൈറ്റീസ് ആയിട്ടാണ് വിമനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതാണ് സ്റ്റീരിയോടൈപ്സ്. ടൈപ്പ് വിമൻ മീൻസ് ദിസ്, ടു ഇമോഷണൽ, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടാണ് വിമനെ മെയിൽ ഓതേർഡ് ടെക്സ്റ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അത് ആക്ച്വലി മിസ്റെപ്രസെൻറ്റേഷൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ മദർലി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അങ്ങനെയൊന്നുമല്ല. ദർ ആർ ഇൻ്റലക്ച്വൽസ് എമംഗ് വിമൻ, ദർ ആർ ക്രിമിനൽസ് എമംഗ് വിമൻ, റൈറ്റ്. ദർ ആർ എപ്പോഴും സോ കോൾഡ് എലവേറ്റഡ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് എൻറ്റൈറ്റീസ് അല്ല വിമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മിസ്റെപ്രസെൻറ്റേഷനാണ് സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജസ് എന്ന് പറയുന്നത്. സോ മിസോജിനിയെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്നു ഫെമിനിസ്റ്റ് ക്രിറ്റിക്. ഇഫക്ട്സ് ഓഫ് പാട്രിയാർക്കി ഓൺ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ. പാട്രിയാർക്കി എങ്ങനെയാണ് ഫീമെയിൽ റെപ്രസെൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പാട്രിയാർക്കി മീൻസ് മെയിൽ ഡോമിനേറ്റഡ് ആയൊരു സൊസൈറ്റിയിലൂടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് വിമനെ മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിമൺ ടി ബിയേഴ്സ് ദ സെക്കൻഡ് സെക്സ്. ഇനി ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അവിടെ വിമൻ ആസ് റൈറ്റർ എന്ന കോൺസെപ്റ്റാണ് വരുന്നത്. എലൈൻ ഷോവോൾട്ടറുടെ വളരെ ഒരു കീ കോൺസെപ്റ്റാണ് ഗൈനോ ക്രിറ്റിക് അല്ലെങ്കിൽ ഗൈനോ ക്രിറ്റിസിസം. സോ ഗൈനോ ക്രിറ്റിസിസം മീൻസ് ദ സ്റ്റഡി ഓഫ് വുമൺ ആസ് റൈറ്റേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് മീനിങ് ആൻഡ് ക്രിയേറ്റേഴ്സ് ഓഫ് ലിറ്ററേച്ചർ. ഇവിടെ വുമൺ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ്
ക്രിട്ടിക്കലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് മെയിൽ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ മെയിൽ ഓതേർഡ് ലിറ്ററേച്ചർ വിമണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ഇവിടെ ഗൈനോ ക്രിറ്റിസിസത്തിൽ ഇവിടെ വിമൺ എന്നത് പറയുന്നത് വിമൺ തന്നെയാണ് ഇവിടെ വിമണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് വിമൺ തന്നെയാണ് റൈറ്ററുടെ റോൾ അസ്യൂം ചെയ്യുന്നത്. വിമൺ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മീനിങ്, കൾച്ചറൽ മീനിങ് ഓഫ് കോഴ്സ്, ആൻഡ് ഷീ ഹെർസെൽഫ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ലിറ്ററേച്ചർ. സോ ഗൈനോ ക്രിറ്റിസിസം സ്റ്റഡീസ് വിമൻസ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഒരു മെയിൽ ഓതറിന് വിമൻ്റെ എക്സ്പീരിയൻസിനെ കറക്റ്റായിട്ട് എഴുതാനും റെപ്രസെൻ്റ് ചെയ്യാനും കഴിയില്ല. കാരണം ഒരു മാൻ ഒരിക്കലും വിമൻ്റെ ഫെമിനൈൻ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് മെയിൽ ഓതേർഡ് ലിറ്ററേച്ചറിൽ വിമനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി മിസ് റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയുന്നത്. ഇവിടെ ഗൈനോ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വുമൺ തന്നെയാണ് വുമൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഗൈനോ ക്രിറ്റിസിസം സ്റ്റഡീസ് വിമൻസ് എക്സ്പീരിയൻസസ്, തീം, ജാൻസ് ആൻഡ് സ്റ്റൈൽസ് ഇൻ വിമൻസ് റൈറ്റിംഗ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ. ഒരു ഫീമെയിൽ എക്സ്പീരിയൻസിനെ ബെസ്റ്റായി റെപ്രസെൻ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് എഴുതാനും കഴിയുന്നത് ഫീമെയിലിന് മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ ഇവിടെ ഫോം ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. And gyno criticism is woman-centered, not dependent on comparison with male authors. So hope the idea of feminist critique and gyno criticism is clear. Now, feminist critique attacks patriarchal culture and language. It studies power dynamics and male gaze. That's why it is political and analytical. On the other hand, we can see that gyno criticism seeks a female literary tradition. Example ആയി കൊടുത്തിട്ടുള്ളത് ജെയിൻ ഓസ്റ്റൻ, ഷാർലറ്റ് ബ്രോണ്ടെ, വിർജീനിയ വൂൾഫ് and so on. Now, Elaine Showalter discusses about various phases of women's writing. So, Elaine Showalter outlines 3 historical phases in women's literary history. വിമൻസ് റൈറ്റിങ്ങിൻ്റെ 3 ഹിസ്റ്റോറിക്കലായ ഫേസസിനെ കുറിച്ചാണ് ഷോവാൾട്ടർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് ഈസ് ഫെമിനൈൻ ഫേസ്. 1840 മുതൽ 1880 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു ഫേസ് ആണ് ഫെമിനൈൻ ഫേസ്. അതാണ് ഫസ്റ്റ് ഫേസ്, ഫെമിനൈൻ ഫേസ്. ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത് വിമൻ റോഡ് ടു ഫിറ്റ് ഇൻ ടു മെയിൽ ലിറ്റററി നോംസ് ഇമിറ്റേറ്റീവ്. മെയിൽ ഓതർ ടെക്സ്റ്റുകളിൽ എങ്ങനെയാണ് വുമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് വിമൻ റൈറ്റേഴ്സും എഴുതിക്കൊണ്ടിരുന്നത്. അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരൊരിക്കലും ജെനുവിനായ ഫീമെയിൽ എക്സ്പീരിയൻസിനെ അല്ല അവരുടെ വർക്കുകളിലൂടെ ഈ വിമൻ റൈറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1840 to 1880. പകരം എങ്ങനെയാണോ മെയിൽ ഓതർ ടെക്സ്റ്റുകളിൽ വിമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ലിറ്റററി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഫേസ് ഈസ് ഫെമിനിസ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് 1880 to 1920. സോ ഈ ഒരു ആദ്യത്തെ ഫേസ് ഇമിറ്റേഷൻ്റെ ഫേസ് ആണെങ്കിൽ, ബ്ലൈൻഡ് ഇമിറ്റേഷൻ്റെ ഫേസ് ആണെങ്കിൽ, രണ്ടാമത്തെ ഫേസ് പ്രൊട്ടസ്റ്റിൻ്റെ ഫേസ് ആണ്. അതായത് അവരുടെ വർക്കുകളിലൂടെ വിമൻ റൈറ്റേഴ്സ് മെയിൽ സ്റ്റാൻഡേർഡ്സിനെതിരെയും അതുപോലെ ലിറ്ററേച്ചറിൽ വിമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഓതേഴ്സ് വിമനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് മറ്റ് ഓതേഴ്സ് വിമൻ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ വിമൻ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. സോ നമുക്ക് പറയാം വിമൻ പ്രൊട്ടസ്റ്റഡ് മെയിൽ സ്റ്റാൻഡേർഡ്സ് or their literature can be considered as literature of resistance. പ്രതിരോധത്തിൻ്റെ എഴുത്തുകളായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ എഴുത്തിനെ വിശേഷിപ്പിക്കാം. ഫെമിനൈൻ ഫേസിൽ ഫസ്റ്റ് ഫേസിലാണെങ്കിൽ അനുകരണമായിരുന്നു, അല്ലെ മെയിൽ ഓതേർഡ് വർക്കുകളിൽ വിമനെ എങ്ങനെയാണോ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നത്. ഫെമിനൈൻ ഫേസിൽ തന്നെയാണ് യൂസ് ഓഫ് മെയിൽ സ്യൂഡോണിം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മാൻ്റെ പേര് അഡോപ്റ്റ് ചെയ്തിട്ട് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. നമുക്കറിയാം ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എഴുതിയിരുന്നത് ലിസ്ബെൽ, കറർബെൽ, ആക്ഷൻ ബെൽ എന്ന മെയിൽ സ്യൂഡോണിംസ് അഡോപ്റ്റ് ചെയ്തിട്ടായിരുന്നു. ജോർജ് ഇലിയറ്റ് എന്ന പേരിലാണ് മേരി ആൻ ഇവാൻസ് എന്ന നോവലിസ്റ്റ് റൈറ്റിങ്സ് എഴുതിയിരുന്നത്. നൗ ഫീമെയിൽ ഫേസ്, തേർഡ് ഫേസ് ഈസ് ഫീമെയിൽ ഫേസ്. Female face now female face 1920 onwards. So നമുക്കൊരു ഐഡൻറ്റിറ്റി
റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇവിടെ കാണാൻ സാധിക്കും. വിമൻ സീക്സ് ടു എക്സ്പ്രസ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഫേസിൽ ഇമിറ്റേഷൻ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഫെമിനിസ്റ്റ് ഫേസിൽ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഫീമെയിൽ ഫേസോടുകൂടി 1920s കൂടിയാണ് വിമൻ റൈറ്റിങ്ങിൽ സ്വന്തം ഐഡൻറ്റിറ്റിയെ സ്വത്വത്തെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് വിമണിന് മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. സോ കറക്റ്റായിട്ട് എഴുതാനും റെപ്രസെൻറ്റ് ചെയ്യാനും ലിറ്ററേച്ചറിൽ കഴിയുന്നത് ഈ ഒരു ഫീമെയിൽ ഫേസോട് കൂടിയാണ്, അതായത് 1920 ഓൺവേർഡ്സ് ആണ്. സോ വിമൻ സീക്ക് ടു എക്സ്പ്രസ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. So feminine phase was a phase of imitation, feminist phase was the phase of resistance, and female phase was the phase of exploration of their own identity and experience, or representational politics games here. So women seek to represent their own identity and experience from female phase onwards. Now let's examine what are the problems with male literary model. മെയിൽ ലിറ്റററി മോഡലിൽ എന്താണ് പ്രശ്നം? അതായത് മെയിൽ ഓതർ ടെക്സ്റ്റുകളിൽ വുമണിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു മാൻ വുമണിനെ കുറിച്ച് എഴുതുന്നതിൽ എന്താണ് പ്രശ്നം? മെയിൽ ക്രിറ്റിസിസം ഓഫൺ ട്രീറ്റ്സ് മാൻ ആസ് യൂണിവേഴ്സൽ ആൻഡ് വുമൺ ആസ് അതർ. വുമണിനെ അതർ ആയിട്ടാണ് കാണുന്നത്, മാനിനെ യൂണിവേഴ്സൽ ആയിട്ടും. ദെൻ വിമൻ റൈറ്റേഴ്സ് വർ എക്സ്ക്ലൂഡഡ് ഓർ ഡിസ്മിസ്ഡ് ഫ്രം ലിറ്റററി ഹിസ്റ്ററി. അതുകൊണ്ടാണ് നമുക്കറിയാം ഇനീഷ്യലി ഒരു വുമണിന് ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു മാൻ്റെ പേര് സ്യൂഡോണിം അഡോപ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ, എന്നാലേ മാർക്കറ്റ് കിട്ടുള്ളൂ അല്ലേ. സോ വിമൻ റൈറ്റേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് ഓർ ഡിസ്മിസ്ഡ് ഫ്രം ലിറ്റററി ഹിസ്റ്ററി. ഫീമെയിൽ എക്സ്പീരിയൻസസ് ആൻഡ് വോയിസസ് ആർ അണ്ടർ റെപ്രസെൻറ്റഡ് ഓർ മിസ് ഇൻറ്റർപ്രിറ്റഡ്. ഫീമെയിൽ എക്സ്പീരിയൻസും വോയിസിനെയും മിസ്റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഒരു മെയിൽ ഓതറിന് എങ്ങനെയാണ് ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ചും എല്ലാം എഴുതാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് അവരുടെ എഴുത്തുകളിൽ വുമണിനെ മിസ്റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പേഴ്സണലി എലൈൻ ഷുവോൾട്ടർ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. കറക്റ്റായിട്ട് മെയിൽ സ്യൂഡോണിം അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും വിമൻ റൈറ്റിങ്ങിൻ്റെ സ്ട്രഗിളിനെ കുറിച്ചും ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, now need for a female aesthetics. Okay, that means Showalter calls for the development of a female aesthetic, or എന്താണ് female aesthetic എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? a mode of writing and reading that rises from women's bodies, psychology and culture. Now so towards a feminist poetics also aims to study mothers, daughters and sisters in language. It seeks to understand the shared female experience and create new frameworks for literary analysis. So ഗൈനോക്രിറ്റിസിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗൈനോക്രിറ്റിസിസത്തിനെ കുറിച്ചും ഫെമിനിസ്റ്റ് ക്രിട്ടീക്കിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. സോ ഗൈനോക്രിറ്റിസിസം എക്സാമിൻസ് ഹൗ ഫീമെയിൽ ബോഡി ആൻഡ് കൾച്ചർ, ഫീമെയിൽ ബോഡി മീൻസ് ബയോളജി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റോൾസ്, ഹിസ്റ്ററി, all these things shapes women's writing. Not all women write the same, write alike, but shared experiences create patterns. എല്ലാ വിമണും ഒരേപോലെ അല്ല എഴുതുന്നത്, എങ്കിലും അവരുടെ ഷെയർഡ് എക്സ്പീരിയൻസ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിനെയും ഗൈനോ ക്രിട്ടിക്കിനെയും കുറിച്ച് ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൽ വിമൻ ഇൻ മെയിൽ ഓതേർഡ് ടെക്സ്റ്റാണ് എക്സാമിൻ ചെയ്യുന്നത്. ഗൈനോ ക്രിട്ടിക്സ് ആണെങ്കിലോ വിമൻ ആസ് റൈറ്റേഴ്സ്. ഇനി ഏത് മെത്തേഡ് എന്താണ്? ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലാണ്, റിയാക്റ്റീവാണ്. അതേസമയം ഗൈനോ ക്രിട്ടിക്സ് നമ്മൾ പറഞ്ഞു വിമൻ്റെ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ലിറ്റററി. എന്താണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൻ്റെ ഒബ്ജക്റ്റീവ്? എക്സ്പോസ് ചെയ്യുക, ബയാസിനെയും സ്റ്റീരിയോ ടൈപ്സിനെയും എക്സ്പോസ് ചെയ്യുകയാണ് ഒബ്ജക്റ്റീവ്. ദാറ്റ് മീൻസ് മെയിൽ ഓതർ ടെക്സ്റ്റുകളിലുള്ളത്. ഇനി ഗൈനോ ക്രിട്ടിക്സ് ആണെങ്കിലോ ഡിസ്കവറി ഓഫ് ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ. നൗ ഫെമിനിസ്റ്റ് ക്രിട്ടിക് റിലൈസ് ഓൺ മെയിൽ ടെക്സ്റ്റ് ഫോർ അനാലിസിസ്. മെയിൽ ടെക്സ്റ്റിനെയാണ് അത് റിലേ ചെയ്യുന്നത്, ഫീമെയിലിനെ എങ്ങനെയാണ് മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്യുന്നതിനല്ലേ. അതേസമയം ഗൈനോ ക്രിട്ടിക്സ് എന്ന ക്രിറ്റിസിസം മീൻസ് ഗൈനോ ക്രിട്ടിക്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഗൈനോ ക്രിറ്റിസിസം മീൻസ് ഇറ്റ് കോൾസ് ഫോർ എൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി ഓഫ് വിമൻസ് റൈറ്റിംഗ്. ഇനി എലൈൻ ഷോവോൾട്ടറുടെ ടോയ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയ 2 കോട്ടുകൾ നമുക്ക് നോക്കാം. That means, I quote, "The program of feminist criticism is to show that the literary canon has been shaped by
male assumptions, unquote. I quote, gynocritics begins at the point when we free ourselves from the linear absolutes of male literary history, unquote. സോ ഈ ഒരു എസ്സേ നമുക്കൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഷിഫ്റ്റ് ലിറ്റററി തിയറിയിൽ ഉണ്ടാക്കിയെന്ന് പറയാം. സോ ഒരു ഫീമെയിൽ ലിറ്റററി സ്റ്റഡീസിനെ ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഈ ഒരു സെമിനൽ ടെക്സ്റ്റ് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് ഓൾസോ എൻകറേജ് ദ സ്റ്റഡി ഓഫ് വിമൻസ് റൈറ്റിംഗ് ആസ് എ സെപ്പറേറ്റ് ഫീൽഡ്. സോ നമുക്ക് ഈ ക്രിറ്റിസിസത്തിൽ എലൈൻ ഷുവോൾട്ടറുടെ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുകളെ കുറിച്ച് ഒന്നുകൂടെ എക്സാമിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റഡീസ് വിമൻസ് റെപ്രസെൻറ്റേഷൻ ഇൻ male authored literature. Second concept is gynocritics. That means it studies women as writers. It focuses on women's unique feminine experiences. Third thing we discussed was female literary phases in women's writing. That is feminine, feminist and female. That means feminine phase was a phase of imitation, then feminist phase was a phase of protest, and female phase was a phase of identity. Now female aesthetics means writing rooted in female consciousness and shared experiences. Now goal of this particular text was to establish an autonomous tradition of women's literature. So in short, Elaine Showalter's Towards a Feminist Poetics is a manifesto for building a feminist literary theory that is woman-centered, historically aware, and based on women's own experiences as writers. So thank you.